السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ നമ്മൾ റംസാൻ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ ഫസ്റ്റ് ടെസ്റ്റാണ് അൽഹംദുലില്ലാ ഇന്നലെ നടത്തിയത് ഗ്രാമറിൻ്റെ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ എക്സാം എഴുതിയിട്ടുണ്ട്. സന്തോഷം. കാരണം ഒന്നാമത് ഗ്രാമറാണ്, ടച്ചൊക്കെ വിട്ടുപോയി. അതിൻ്റെ പുറമെ എക്സാമിൻ്റെ ടച്ച് വിട്ട് അല്ലേ. പിന്നെ എല്ലാവരും വേറെ പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞ്, പലരും നാട്ടിൽ തന്നെ ഇല്ല, വെക്കേഷനിലും പുറത്തുമൊക്കെയാണ്, ടൂറിലാണ്. മൊത്തത്തിൽ ഈമാന്റെ പ്രശ്നങ്ങളൊക്കെ അത് വേറെയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും അൽഹംദുലില്ലാ ഇത്രയും ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുകയും പലരും പഠിച്ചിട്ട് തന്നെ എഴുതിയവരാണ്, ചിലർ ട്രൈ ചെയ്തവരുണ്ട്. മാഷാ അല്ലാഹ്. എന്താണെങ്കിലും ഖൈർ. അപ്പം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പം എന്നാലും നമ്മൾ നാച്ചുറലി എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ആൾക്കാരുടെ സ്കോറുകൾ കുറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് തുടരുമ്പം അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കുറവൊന്നും വന്നിട്ടില്ല. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കുൻ. അങ്ങനെ തന്നെ പോട്ടെ. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്കൊന്ന് ഇനി അടുത്ത എക്സാം മുതൽ ഉഷാറാക്കി എടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നലത്തെ എക്സാമിന്റെ ആൻസർ ഡിസ്കഷൻ ആണ്. അപ്പം ഇവിടെ ആരെങ്കിലും എക്സാം എഴുതാത്തവർ കയറിയിട്ടുണ്ടെങ്കിലും അവർ അതായത് എക്സാം എഴുതണം എന്ന് ഇനി ഒരു ചാൻസും കൂടെ എടുത്ത് എഴുതണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എക്സിറ്റ് ചെയ്യാം. ഇനി എഴുതാത്തവര് ഇല്ല, എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, ഞാൻ ഇത് കേൾക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോടും പറയാണ്, നിങ്ങൾ എക്സിറ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഈ എക്സാം എഴുതിയില്ലെങ്കിൽ നഷ്ടമാണ്. ഓക്കെ. ഈ എക്സാം എഴുതിയതിനകത്ത് കുറച്ച് തെറ്റിയിട്ട് അത് മനസ്സിലാക്കല് ഭയങ്കര ഗുണം. അതേസമയം ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഒരു തത്തമ്മ പൂച്ച സ്റ്റൈലായിരിക്കും. അത് എക്സാം എഴുതാത്തവർക്ക് ഗുണം ചെയ്യില്ല, എക്സാം എഴുതിയവർക്കേ ഗുണം ചെയ്യുള്ളൂ. ബിക്കോസ് അവർ ഓൾറെഡി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഗുണം ചെയ്യുള്ളൂ. അപ്പം എക്സാം എഴുതാത്തവരും എഴുതണം എന്ന് വിചാരിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തോളൂ. ഇത് ഞാൻ റെക്കോർഡിങ് കേൾക്കുന്നവർക്കും കൂടെ വേണ്ടി പറയാണ്. കാരണം റെക്കോർഡിങ് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കേട്ടുപോകുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എക്സാം എഴുതുക. സെക്കൻഡ് ചാൻസിൽ എക്സാം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ അടുത്തോ എൻ്റെ അടുത്തോ ഏതെങ്കിലും അഡ്മിൻസിന്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ തുടങ്ങാം നമുക്ക് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ. കുറെ പ്രാവശ്യം വന്നിട്ടുള്ള ആയത്താണ്, നമ്മൾ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ഒന്ന് 2-3 പ്രാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ഈ ആയത്ത്. അഖദ്ന മീസാഖക്കും. മീനിങ്ങിലേക്കൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയില്ല. ടെക്നിക്കലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഗ്രാമറും അതിന്റെ റൂൾസും അത് മനസ്സിലാക്കി എഴുതേണ്ടവർക്ക്. ഈ ഒരു ടെസ്റ്റിന്റെ ഒരു പ്രത്യേകതയും എനിക്ക് പറയാനുള്ളത്, കോൺസെപ്റ്റ്സ് മനസ്സിലായവർക്ക് ഈസി ആയിരിക്കും, ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. പക്ഷെ കോൺസെപ്റ്റ്സ് എവിടെയെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആകെ കൺഫ്യൂസിങ് ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ തന്നെ. അപ്പം അങ്ങനെയുള്ളവർ അല്ലോ ഇത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കേണ്ട. ആ കോൺസെപ്റ്റ് മനസ്സിലാവാത്ത ഒരു പ്രശ്നമാണ്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ഒരു ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഫുള്ള് സ്കോർ ചെയ്യും. ഓക്കെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും കുറച്ചധികം തെറ്റിപ്പോയി അതുകൊണ്ട് എനിക്കത് ശരിയാവില്ല എന്നൊന്നും വിചാരിച്ച ആരും പോണ്ട. ഇതെന്ന് പറഞ്ഞാൽ 1-2 ടേക്ക് കൊണ്ട് ഓക്കെ ആവുന്ന ഷോർട്ടേ അല്ല ഇത്. സുബ്ഹാനല്ലാഹ്. ഇത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള, വളരെ വിശാലമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് സർഫ് എന്ന് പറയുന്നത്. അത് ചിലർ ആദ്യമായിട്ട് കേട്ടവരൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരാൾ വന്ന് പറയുണ്ടായി, ഞാൻ ആദ്യമായിട്ടാണ് ഫയല ഒക്കെ കേൾക്കുന്നത്, ആൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റും. ഓക്കെ. അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ആരും മാറി നിൽക്കണ്ട. പിന്നെ ഇത് വലിയൊരു സംഭവത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോയാലും ഒരു വിഷയമല്ല. ഇത് പഠിച്ചെടുക്കണമെങ്കിൽ കുറേ ടേക്ക് എടുക്കണം. അത് വീണ്ടും 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 നമ്മൾ അത് കണ്ടും കേട്ടും തെറ്റിയും തിരുത്തിയും ഒക്കെ പഠിക്കുമ്പോഴാണ് അത് നമുക്കുള്ളിലേക്ക് ഇറങ്ങുന്നത്. എപ്പോഴും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ മാത്രം മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അഖദ്ന മീസാഖക്കും, ഇതിൽ അഖദ്ന എന്ന ക്രിയയുടെ, ഓക്കെ, ഈ ക്രിയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെർബ് ഫെയിൽ എന്നൊക്കെ കഴിയുന്നതും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അഹദ്ന എന്ന ക്രിയയുടെ, അഹദ്ന മാദി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. കാരണം മാദി അല്ലാത്ത നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അഹദ്ന മാദിയാണ്. അതിന്റെ കർത്താവ്, സബ്ജക്റ്റ് ആരാണെന്നുള്ളത്. ഓക്കെ. കർത്താവ് എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കും? ഇപ്പം നമുക്കറിയാം, നമ്മൾ ഫഅല ഒക്കെ പറഞ്ഞപ്പം ഞാൻ അതും കൂടെ എടുക്കട്ടെ. ഇപ്പം നമുക്കറിയാം ഫഅല എന്ന് പറഞ്ഞാല് ചെയ്തു, അവൻ ചെയ്തു ആണ് ഫഅല, അല്ലെ. അപ്പൊ ഫഅലയുടെ കർത്താവ് ആരാണ്? അവൻ അല്ലെങ്കിൽ ഹുവ.
അപ്പം ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് കർത്താവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മാദിയായിട്ടുള്ള വേർബ്. അപ്പൊ മാദിയായിട്ടുള്ള വേർബ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം ഇത് ആരെയാണ് ഉദ്ദേശിച്ചത്, അതിന്റെ കർത്താവ് ആരാണ്, അവനാണ്, അവളാണ്. പിന്നെ ഈ അവൻ ആരാണ് എന്നുള്ളത് അടുത്ത ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിൽ ആരെയാണ് അവൻ എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ചില ആയത്തുകളിൽ മൂസ അലൈഹി ഇസ്ലാം ആയിരിക്കും, ചില ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ആയിരിക്കും, ചില ആയത്തുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കും. അത് നമുക്ക് ഖുർആന്റെ അർത്ഥവും ആശയവും ഒക്കെ അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോമാറ്റ്, മാദിയിലെ ഒരു ഫോമാറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കർത്താവ് ആരാണ്, അത്രയും ഉള്ള ആ ഒരു ലെവലുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ, ഇതിന്റെ എൻഡിങ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ചോദ്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് അഖദ്ന എന്ന ക്രിയയുടെ കർത്താവ് ആരാണ്, ആരായിരിക്കും? ഫഅൽന, ആരാണ്? നഹ്നു. ഓക്കെ, ഫഅൽന എന്ന് പറയുമ്പോൾ നെഹ്നു. അപ്പം അഖദ്നയുടെ കർത്താവ് ആരാണ്? നെഹ്നു ആണ്. ഓക്കെ, കുറെ ആളുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, മാഷാ. ആൻസർ എല്ലാവർക്കും, കുറെ ആൾക്കാർക്ക് കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചിലവർ ആദ്യമേ അറിയാവുന്നവരായിരിക്കും, എന്നാലും കുറെ പുതിയ ആൾക്കാരും ഉണ്ടെന്ന് അറിയാം. ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കുറെ ആൾക്കാർ, എനിക്കൊരു 75% അടുത്ത ആൾക്കാർ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, മാഷാ. ഇനി അടുത്തത് ആതീനാക്കും, നിങ്ങൾക്ക് നാം നൽകി. അല്ലെ, ഇത് നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആതീന പ്ലസ് കും, അല്ലെ, ഇതാണ് വാക്ക്. ഇതിനകത്ത് ആതീന എന്ന് പറയുന്നത് നമ്മളുടെ ഫിഅലാണ്, പ്ലസ് കും എന്ന് പറയുന്നത് അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ദമീർ മുത്തസിലാണ്. അല്ലെ, ആതീന എന്ന് പറയുന്ന ഫോമാറ്റ് നമുക്കറിയാം എന്താണ്, ഇപ്പൊ പറഞ്ഞ പോലെ അഖദ്ന, ഫഅൽന, നാം, അല്ലെ, നാം. നെഹ്നു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ്. കും എന്ന് പറയുന്നത് അതിനോട് അറ്റാച്ച് ചെയ്യുന്ന ദൊമീർ മുത്തസിലാണ്, നിങ്ങൾക്ക്. അപ്പം ഈ വാക്കിലെ നിങ്ങൾക്ക് എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ന ആണ്, അല്ല അല്ലെ. ന എന്ന് പറയുന്നത് എന്താണ്? നാം ആണ്, അല്ലെ. അഖദ്ന, ഫഅൽന പോലെ അതീന, നാം നൽകി. കും ആണ് എന്ത്? നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇത് തെറ്റാണ്. മാഷാഅല്ലാ, കുറെ ആളുകൾ ഇതും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 90% ആൾക്കാരും ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഒരു പക്ഷേ തീരെ ക്ലാസ് കേൾക്കാത്തവരോ മനസ്സിലാവാത്തവരോ ആയിരിക്കും. മനസ്സിലാവാത്തവരാണെങ്കിൽ ഇത് ഇപ്പൊ മനസ്സിലാക്കുക, ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ട് സ്വന്തമായിട്ട് കുറച്ച് ചെയ്തു നോക്കാം. ഓക്കെ, അടുത്തത് ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ. ഇതിൽ ഫിഅല് മാദി ആയ വാക്കിന്റെ കർത്താവ്. ഇതിലെ ഫിഅല് മാദി ഏതാണ്? കുന്തും, അല്ലെ. ഖാനയുടെ പല ഫോമാറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഖാനയുടെ ഫോമാറ്റ്സ് പഠിച്ചിരുന്നു. ഖാന, ഖാനു, ഖാനത്ത്. ഇവിടെ കുന്തും എവിടെയാ ഉള്ളത്? അൻതും. ഓക്കെ, അപ്പൊ കുന്തുമിന്റെ കർത്താവ് ആരാണ്? അൻതും. മാഷാഅല്ലാ, കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇൻ കുന്തും മുഅ്മിനീൻ, ഇവിടെ ഫിഅല് മാദി ആയ വാക്കിന്റെ കർത്താവ്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് അൻതും. നെക്സ്റ്റ് ജാഅക്കും. ഇത് കുറച്ച് ആൾക്കാർക്ക്, കുറച്ചധികം ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജാഅക്കും, ഈ വാക്ക് ഫിഅല് മാദിയുടെ ഏത് രൂപം ആണ്? അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഫസ്റ്റ് ഫിഅല് മാദിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. ഇവിടെ നമ്മൾ അത്തീനാക്കുംന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ അത്തീന എന്ന് പറയുന്നത് ഫിഅല് മാദിയാണ്. കും എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റാച്ച്മെന്റ് ആണ്, അല്ലെ, ദമീർ മുത്തസിലാണ്. ഇതിൽ ഇൻ കുന്തും എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് നിൽക്കുന്ന, അതിന് കൂടെ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. ഇവിടെ കും, കും. ബിക്കോസ് നമുക്കറിയാം കും എന്ന് പറഞ്ഞ ഒരു എൻഡിങ് എന്തിനില്ല? ഫിഅല് മാദിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കും കാണുന്നുണ്ടോ? എവിടെയും കും ഇല്ലല്ലോ, അല്ലെ. ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅൽന, ഫഅൽത, ഫഅൽത്തും ഒക്കെ താ, തും, തീ, തുന്ന ഒക്കെയാണ്, അല്ലെ. താ മാത്രമേ ഉള്ളൂ, കാ ഇല്ല. അപ്പം ഇതിന് ഫിഅല് മാദിന്റെ ഫോമാറ്റിൽ ഒരിക്കലും കും ഇല്ല. കും എന്ന് പറയുന്നത് ദമീർ മുത്തസിലിന്റെ ഫോമാറ്റ് ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും പാർട്ടാണ് ഇതിന്റെ എന്ത്? ഫിഅല് മാദി. അപ്പൊ ഫിഅല് മാദിയുടെ ഏത് രൂപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫോം അല്ലേ, ജാഅ. ജാഉ എന്ന് പറയുമ്പോൾ തേർഡ് ഫോമാറ്റ്, ജാഅത്ത്, അങ്ങനെയാണ് അത് പോവുക. ഓക്കെ, അപ്പൊ ജാഅ എന്ന് പറയുന്നത് ആരാണ്? ഫഅലയാണ്. ഓക്കെ, ഫഅലയുടെ ഫോമിലാണ് അതുള്ളത്. ഇത് കുറെ അധികം ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൺഫ്യൂഷൻ ആയത് എവിടെയാണ്? നാച്ചുറലി ഫഅൽത്തും ഫോമാറ്റ് ആണെന്ന് വിചാരിച്ചു പോയി. ജഅക്കും എന്ന് പറഞ്ഞപ്പം എപ്പോഴും ഖും എന്ന് പറയുന്നത് ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ആണ്. തും എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ അത് അൻതും സബ്ജക്റ്റ് ആയിട്ട് വരുന്ന മാദി ആണ്. ഓക്കെ, അപ്പം ഫഅൽത്തും എഴുതിയ ആൾക്കാർക്ക് കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ അത് തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ,
ഇനി അടുത്തത് മ അറഫു കഫറു ബിഹ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയകളുടെ കർത്താവ്. ഇവിടെ 2 ക്രിയകളാണുള്ളത്. ഓക്കെ, മ അറഫു കഫറു. ഓക്കെ, അറഫു കഫറു, അവർ അറിഞ്ഞു അല്ലെ, അവർക്ക് അറിഞ്ഞത് എന്തോ അതിൽ അവരെന്ത് ചെയ്തു, അവിശ്വസിച്ചു. ഓക്കെ, അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ അവർ അവിശ്വസിച്ചു. അപ്പം രണ്ടും ആരാണ്? അറഫു കഫറു. ഫഅലു ഫോമാറ്റ് ആണ്, അതിന്റെ കർത്താവ് ആരാണ്? ഹും ആണ്. ഓക്കെ, ഫഅലു ഫോമാറ്റ്. അപ്പം ഈ കർത്താവ് കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്, അവർക്ക് ഈ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഇതിന്റെ എൻഡിങ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് സബ്ജക്റ്റിനെ പറയുന്നത്. ഫഅലു ഹും, ലത് അത് ഹിയ, ന ഹുന്ന. ഓക്കെ, ഇൽത ഇത്ത അൻത, അങ്ങനെ വേണം നമ്മൾ കർത്താവിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇവിടെ ഈ ജാക്കും ഒക്കെ പോലെ അറ്റാച്ച്മെന്റ് ഉള്ള കാര്യം ഉണ്ടോ നോക്കണം. അതായത് ലൊമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ നോക്കണം. അതുണ്ടെങ്കിൽ ആദ്യം അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ, ലൊമീർ മുത്തസിൽ പോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അതിൽ നിന്നും മാദീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മാ അറഫു കഫറു ബി എന്ന് പറയുന്നതിൽ രണ്ടിന്റെയും രണ്ട് വേർബ് ഉണ്ട്, രണ്ടിന്റെയും സബ്ജക്റ്റ് ആരാണ്? ഹും ആണ്. അറഫു കഫറു. ഓക്കെ, മാഷാഅല്ലാഹ് കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി അടുത്തത്, ഖതബ എന്ന വാക്കിന്റെ അർത്ഥം അവൻ എഴുതി എന്നാണ്. ഞങ്ങൾ എഴുതി എന്ന് എഴുതുമ്പോൾ ഖതബ്ന എന്നാകും. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബൈ ഹാർട്ട് ചെയ്യേണ്ട അർത്ഥം അങ്ങനെയുള്ളതൊന്നും വരൂലെന്ന്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് വേർഡും മീനിങ്ങും ഒക്കെ തന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വേറെ പുറത്തുനിന്നൊന്നും പഠിച്ചു വെച്ച് വരേണ്ട കാര്യമില്ല വാക്കുകളൊന്നും, പക്ഷെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതായത് ഈ ഒരു ടേബിളും ഓക്കെ, ഈ ഒരു ഫോമാറ്റും ഇതും സബ്ജക്റ്റും ഇത് തമ്മിലുള്ള കണക്ഷൻ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ടെസ്റ്റുകളൊക്കെ ആൻസേഴ്സ് ഒക്കെ ഒരുവിധം എഴുതാൻ പറ്റും. അപ്പം ഇവിടെ കെത്തബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതിയില്ലേ, ഹുവ. അപ്പം കെത്തബ്ന, ഞങ്ങൾ എഴുതി എന്ന് പറയുമ്പം എന്താ വരിക? നെഹ്നു അല്ലെ, നെഹ്നു ആണ് ഞങ്ങൾ. നെഹ്നുവിന്റെ ഫോമാറ്റ് എന്താണ്? ഫഅൽന. അപ്പം കെത്തബ്ന എന്ന് വരും അല്ലെ. കെത്തബ്ന ആരാണ്? ഇതാണ് സ്ത്രീലിംഗ ബഹുവചനം അല്ലെ, അവർ ആണ് കെത്തബ്ന. കെത്തബ്ന എന്ന് പറഞ്ഞാലാണ് നെഹ്നു വരിക. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയണ്ടേ. മാഷാഅല്ലാഹ് കുറെ ആളുകൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, മാഷാഅല്ലാഹ് നല്ല തന്നെയാണ്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് തെറ്റാണ്. കാരണം കെത്തബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റ് നെഹ്നു അല്ല, ഹുന്നയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, നാന്ന് നീട്ടിയാൽ മാത്രമേ അത് നെഹ്നു ആവുള്ളൂ. ഞാൻ നീട്ടിയിട്ടില്ലെങ്കിൽ അത് ഹുന്നയാണ് അല്ലെ, സ്ത്രീലിംഗ ബഹുവചനമാണ്, അവർ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇസ്തക്ബർത്തും. ഈ വാക്ക് ഫെഅൽ മാദിയുടെ ഏത് ഫോമാറ്റ് ആണ്? സിമ്പിൾ ആണ് അല്ലെ, ഫാൽത്തും വളരെ സിമ്പിൾ ആണ്. കാരണം ഈ ഇസ്തക്ബറ എന്ന് പറയുന്നത് കുറച്ച് നീണ്ട ഒരു ഫെഅൽ ആയതുകൊണ്ട് തന്നെ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും മാഷാഅല്ലാഹ് ഫഅൽതും, തും അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റും. ഫഅൽതും ഫോമാറ്റ് ആണ്. അൻതും എന്നുള്ള എന്താണ്, അൻതും എന്നുള്ള സബ്ജക്ട് വരുന്ന ഫെഅൽ മാദി ഫോമാറ്റ് ആണ്. ഇസ്തക്ബർതു എന്ന് വെച്ചാൽ നിങ്ങൾ അഹങ്കരിച്ചു, നിങ്ങൾ അഹങ്കാരം, ഗർവ് കാണിച്ചു എന്നുള്ളത്. ഓക്കെ, കാരണം വേറൊരു സ്ഥലത്ത് ഖുർആനിൽ ഇസ്തക്ബറ വരുന്നുണ്ട് അല്ലെ, ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഇസ്തക്ബറ ആയതുകൊണ്ട് അതിന്റെ സബ്ജക്റ്റ് ഹുവയാണ്. ഇവിടെ ഇസ്തക്ബർതും ആയതുകൊണ്ട് എന്താണ്, അൻതുമാണ്. അപ്പം ഫഅൽതും ഫോമാറ്റ്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സംഭവം, ഈ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഇത് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം, ഇത്രയും മാത്രം. അപ്പൊ തന്നെ ബാക്കി എന്തിൽ വന്നു കഴിഞ്ഞാലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലിക്കേഷൻ ലെവലിലുള്ള അറിവാണ് ഇതൊക്കെ, ബൈ ഹാർട്ട് അറിവേ അല്ല. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ നിന്ന് ഫിഅൽ മാദി അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആവാൻ സാധ്യതയുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കുക. ഇതിനിപ്പോ തെറ്റിച്ചാലും ആരെയും കുറ്റം പറയാൻ പറ്റൂല. കാരണം നമുക്ക് ഒന്നാമത് വാക്കുകളുടെ എന്താണ് ഫോമാറ്റുകളൊന്നും അറിയില്ല, അർത്ഥങ്ങൾ അറിയില്ല പലർക്കും പലതിന്റെയും. എന്നിട്ട് ഏകദേശം ഒരു ക്ലൂ വെച്ചിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം അല്ലെ, നമ്മൾ അറ്റീന എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ത യ ന. ഓക്കെ, ഇത് 4 ഏതെങ്കിലും ഒന്ന് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് മുദാരി ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് അല്ലെ. ആരെന്താ മെസ്സേജ് അയച്ചേ? ഫോമാറ്റ് ഗ്രൂപ്പിൽ ഇടുന്നേ, എന്ത് ഫോമാറ്റ്? ഞാൻ ഇതിന്റെ നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഒന്നും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ, അതാണ് ചോദിച്ചതെങ്കിൽ. ഇൻഷാല്ലാ
അപ്പം അഥീന ഫോമാറ്റ് ആണെങ്കിൽ അത് അഥീന എന്നുള്ള ലെറ്റേഴ്സ് ആദ്യം വരികയാണെങ്കിൽ അത് മുതാരി ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ആ ഒരു ക്ലൂ വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അപ്പം ആ ഒരു ക്ലൂ വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ യുഹഫഫു, യുൻസറൂൻ, തഅമലൂൻ, തഖ്തുലൂൻ എല്ലാത്തിനും യായും തായും ഉണ്ട്. ഇവിടെ ഇഷ്തറൗ, പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് നോക്കുക, അതിന്റെ കൂടെ എൻഡിങ്ങും നോക്കുക അല്ലെ. ഫിഅല് മാദിയുടേതായ എന്തെങ്കിലും എൻഡിങ് ഉണ്ടോന്ന്. അപ്പം നമ്മൾ ഫഅലു ഫോമാറ്റ് പോലെയുള്ള ഒരു എൻഡിങ് ആണ് ഈ ഇഷ്തറൗ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും മെജോറിറ്റി ആളുകൾ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 81% ആൾക്കാർ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് മാഷാഅല്ലാ. ഇനി അടുത്തത് ബിഹി ഖതീഅതു. കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അഹാത്തത്. ഇവിടുത്തെ ഫിഅല് മാദി ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫിഅല് മാദി. ബിക്കോസ് ഇത് ഒരു ഇസ്മാണ്. ഖതീഅ അല്ലെങ്കിൽ ഖതീഅത്ത് എന്നൊക്കെ പറയുന്നത് ഇസ്മാണ്. അഹാത്തത് എന്താണ്? അഹാത്തത് ഏത് ഫോമാറ്റ് ആണ്? ഫഅലത്, ഹിയ അവൾ. ഓക്കെ, ഫഅലത്, അഹാത്തത്, അഹാത്ത, യുഹീത്തു. നമ്മൾ അഹാത്ത പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, എന്നാൽ പോലും അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഫഅലത് ഫോമാറ്റ് ആണ് ഇത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹിയ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഹിയ ഫഅലത് അഹാത്തത് അഹാത്തത്. ഓക്കെ, കുറേ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ചവർക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് وإذا لقوا الذين آمنوا قالوا آمنا. ഇതിൽ ഫിഅല് മാദിയായിട്ടുള്ള എത്ര വാക്കുകൾ ഉണ്ട്? മാഷാ അല്ലാഹ്, ഒരു പകുതിയോളം ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. പകുതിയിലധികം ആൾക്കാർ തെറ്റിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇത് ഈ ആയത്ത് തന്നെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലാസ്സുകൾ കേട്ടവർക്ക് അത് ക്ലിക്ക് ആയിട്ടുണ്ടാവേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. ഇപ്പം ഇതാ ലഖു. ഓക്കെ, ലഖു ഒരു ഫിഅല് മാദിയാണ്. ആമനു ഫിഅല് മാദിയാണ്. ഖാലു ഫിഅല് മാദിയാണ്. ആമന്ന ഫിഅല് മാദിയാണ്. ലഖു ചിലപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നമ്മൾ പക്ഷേ ലഖുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ലഖിയ ആണ് അതിന്റെ ഒറിജിനൽ ഫോം അല്ലെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലഖു ഫിഅല് മാദിയാണ്. ആമനു ഉണ്ട്, ഖാലു ഉണ്ട്. ആമന്ന, ആമന്നായും നമ്മൾ പറയുന്നത് ആമന എന്താണ്? ആമൻ പ്ലസ് ന, ഫഅൽ ന എന്ന് പറയുന്ന പോലെ ആമൻ ന, അതാണ് ആമൻ ന എന്നാക്കിയത്. നെഹ്നു സബ്ജക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇവിടെ 4 ഫിഅല് മാദികളാണുള്ളത്. ഓക്കെ, ആമനു ഡി ആണ് ആൻസർ. കുറെ ആൾക്കാർ ഇത് തെറ്റിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ തെറ്റിച്ച 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. നെക്സ്റ്റ്, അഖലു അവർ അത് മനസ്സിലാക്കി. ഇതിനെ ഞാൻ അത് മനസ്സിലാക്കി എന്ന് എങ്ങനെ എഴുതും? ഇത് ഡയറക്റ്റ് ഫോമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഫഅൽതു അല്ലെ, അഖലു എന്ന് പറഞ്ഞാൽ ഫഅലു അവർ മനസ്സിലാക്കി. ഫഅലു അഖലു, ഫഅൽതു അഖൽതു. അപ്പം അഖൽതു ഹു ഞാൻ അതിനെ മനസ്സിലാക്കി അല്ലെ, ഞാൻ അത് മനസ്സിലാക്കി. അപ്പം അഖൽതു ഹു കുറെ ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുമുണ്ട്. അപ്പൊ ഫഅൽതു എന്നുള്ള ഫോമാറ്റ് മനസ്സിൽ വെക്കുക. ഞാൻ ആണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറയണമെങ്കിൽ ഫഅൽതു, കതബ്തു, അഖൽതു. ഓക്കെ, ഞാൻ ചെയ്തു. അൻഅംതു, അള്ളാഹു സ്വയം പറയുമ്പോൾ അൻഅംതു എന്നാണ് പറയാ. ഓക്കെ, കതബ്തു. അപ്പോൾ ഫഅൽതു ആ ഫോമാറ്റ് ഓർത്ത് വെക്കുക. ഇവിടെ അഖൽതു, പിന്നെ അത് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അത് മനസ്സിലാക്കിയെന്ന്. അതുകൊണ്ട് തന്നെ അഖൽതുഹു ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ക്രിയ വേർബിന്റെ സബ്ജക്റ്റ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. ഓക്കെ, അങ്ങനെ, അല്ലെങ്കിൽ അപ്പോൾ ഫഅലു ഫോർമാറ്റ്, അതിനെ. അപ്പം അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അവർ അതിനെ അറുത്തു അല്ലെ. ഇത് നമ്മൾ കോണ്ടെക്സ്റ്റ് അറിയുന്നവർക്ക് അറിയാം, പശുവിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഫദബഹു
ഹ. ദബഹു ഏതിന്റെ ഫോർമാറ്റ് ആണ്? ഫഅലു ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പം ഹും, ഫഅലു എന്ന് പറയുന്നതിന്റെ സബ്ജക്റ്റ് ആരാണ്? ഹും, അവർ, അല്ലെ? ഇവിടെ അവർ തന്നിട്ടില്ലല്ലോ. ഫഅലു ഹും. ഓക്കെ, ദബഹു ആവുമ്പോ അപ്പൊ ഹും ആണ് വരേണ്ടത്. ഇവിടെ ഹും തന്നിട്ടില്ലാത്തത് കൊണ്ട് ആൻസർ ഇവയൊന്നുമല്ല. മാഷാഅല്ലാഹ്, കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. ഇതിന് ഹിയ ഒക്കെ എഴുതിയ ആൾക്കാരുണ്ട്. അത് ഒരു പക്ഷേ ഈ ഒരു ലമീർ മുത്തസിൽ കണ്ടിട്ട് എഴുതിയവരായിരിക്കണം. ഓക്കെ, ഹിയ എഴുതിയത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളിങ്ങനെ ഒരു കോമ്പൗണ്ട് വാക്കാണത്. എന്നുവെച്ചാൽ ഒരു വാക്കൊന്നുമല്ല ഇതിനകത്ത്. വേണമെങ്കിൽ 4 വാക്കുണ്ടെന്ന് തന്നെ പറയാം. ഫ ഉണ്ട്, ദബഹു എന്ന് പറയുന്നത് ദബഹയുടെ അടുത്ത ഫോർമാറ്റ് ആണ്, അല്ലെ? അവർ അറുത്തു. അപ്പം ഫ ഒരു വാക്കാണ്, ദബഹ ഒരു വാക്കാണ്, ദബഹു എന്ന് പറയുമ്പോൾ അത് 2 വാക്കാണ്, ഹ എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഫിഅ്ൽ മാദി പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് അതിന്റെ ദമീർ മുത്തസിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റണം. അപ്പോഴേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറെ ആൾക്കാർക്ക് ഹിയ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ സബ്ജക്റ്റ് ഒറിജിനലി ഹും ആണ്. അടുത്തത്, وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫിഅ്ൽ മാദിയായ വാക്കുകളുടെയും സബ്ജക്റ്റ് അൻതും ആണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതറിയണമെങ്കിൽ ആദ്യം ഇതിനകത്തുള്ള ഫിഅ്ൽ മാദി ഏതാന്ന് മനസ്സിലാക്കണം, അല്ലെ? എന്നിട്ട് അതിന്റെ ഫോർമാറ്റുകൾ. ഖതൽത്തും, ഓക്കെ, അൻതും ഫോർമാറ്റ് ആണ്, ഫഅൽത്തും ഫോർമാറ്റ് ആണ്. ഫദ്ദാറഅ്തും കറക്റ്റ് ആണ്, അൻതും ഫോർമാറ്റ് ആണ്. ഫീഹ വല്ലാഹു മുഖ്രിജും മാ കുൻതും, അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇത് മുദാരിയാണ്, തക്തുമൂൻ മുദാരിയാണ്. അപ്പം കുൻതും, ഖദ്ദാറഅ്തും, ഖതൽത്തും. ഓക്കെ, 3ഉം ഫിഅ്ൽ മാദിയാണ്, 3ഉം അൻതും ഫോർമാറ്റ് ആണ്. ഫഅൽത്തും, അൻതും സബ്ജക്റ്റ് ആയിട്ടുള്ള ഫഅൽത്തും ഫോർമാറ്റ് ആണ്. അപ്പം കറക്റ്റ് ആണ് ആൻസർ. മാഷാഅല്ലാഹ്, കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഫജഅൽനാഹ, അങ്ങനെ നാം അതിനെ ആക്കി. ശരി, ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. 60% ആൾക്കാർ ഇത് തെറ്റിച്ചിട്ടുണ്ട്. ഫജഅൽനാഹ, ഇവിടെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ഫജഅൽനാഹ, ഇതന്നെ ജഅലയാണ് അതിന്റെ മാദി ഫസ്റ്റ് ഫോം, അല്ലെ? ഹുവ, ജഅല, ജഅല, ജഅലു എന്ന് പറയുമ്പോൾ ഹും. ഓക്കെ, എവിടെയാണ് ജഅൽന വരാ? ജഅലു, ജഅലത്, ജഅൽന. ഇത് ജഅൽന ആണ്. ജഅൽത, ജഅൽതും, ജഅൽതി, ജഅൽതുന്ന, ജഅൽതു, ജഅൽന. ഓക്കെ, ജഅൽന. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ആക്കണം. അങ്ങനെ എന്ന് പറയുന്നത് ഫ, നാം എന്ന് പറയുന്നത് ഇന, ജഅല ആക്കി, ഹ അതിനെ, അങ്ങനെ നാം അതിനെ ആക്കി. ഇതിനെ എന്താക്കണം? അങ്ങനെ അവർ അവയെ ആക്കി എന്നാക്കണം. ഇവിടെ അങ്ങനെയും ആക്കിയും മാത്രമേ ഉള്ളൂ കോമൺ. ഓക്കെ, അപ്പം ഈ നാമിനെ മാറ്റിയിട്ട് അവർ ആക്കണം. അപ്പൊ നാ എന്നുള്ളത് എന്താക്കണം? ജഅലു എന്നാവും, അല്ലെ? അവർ അല്ലെങ്കിൽ ഹും എന്നുള്ളത് ജഅലു എന്നാവും. ഇനി ഇത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, കാരണം അവർ എന്ന് പറയുന്നത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ജഅൽന എന്ന് ആക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ഒന്നെങ്കിൽ ജഅലു അല്ലെങ്കിൽ ജഅൽന. ഇനി അതിനെ എന്നുള്ളത് മാറ്റിയിട്ട് അവയെ എന്നാക്കണം. ഓക്കെ, അപ്പൊ ഒരിക്കലും ഹ ശരിയാവില്ല, അല്ലെ? ഹൂൻ ശരിയാവില്ല. അത് ഹും അല്ലെങ്കിൽ ഹുന്ന, ഹിം അല്ലെങ്കിൽ ഹിന്ന ആണ് വരാ. നമ്മൾ അത് ലമീർ അറ്റാച്ച്മെന്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലമീർ മുത്തസിൽ, അല്ലെ? ചിലപ്പം അത് കേൾക്കാതെ ഈ സെക്കൻഡ് പാർട്ട് കേട്ടവർക്കായിരിക്കണം കുറെ ആൾക്കാർക്ക് തെറ്റിയിട്ടുണ്ടാവാം. അപ്പം ഇത് ശരിക്കും ഫജഅലുഹും എന്ന് അല്ലെങ്കിൽ ഫജഅലുഹുന്ന എന്ന് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ അവയെ ആക്കി എന്ന് എഴുതുമ്പം ഫജഅലുഹും. ഓക്കെ, അതിനെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഹു അല്ലെങ്കിൽ ഹ എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇനി അടുത്തത്, അലിമ, അവർ അറിഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു എന്ന് എങ്ങനെ എഴുതാം? അലിംന, അല്ലെ? അലിമ, അലിമു, ഇതേപോലെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അലിമ, അലിമു, അലിമത്, അങ്ങനെ പോയിട്ട് നമ്മൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്? അലിംന. മാഷാഅല്ലാഹ്, കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അലിംന.
നെക്സ്റ്റ്, നിങ്ങൾ ഉദ്ദേശിച്ചു എന്നർത്ഥം വരുന്ന വാക്ക് ഷാ അല്ലേ. ഇൻഷാ അള്ളാ എല്ലാവർക്കും അറിയാം. ഷാ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക, വില്ല് ചെയ്യുക, ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഷെത്തും അല്ലെങ്കിൽ ഷെത്തുന്ന രണ്ടും വരും. സ്ത്രീലിംഗം ആണെങ്കിലും ഓക്കെയാണ്, പുല്ലിംഗം ആണെങ്കിലും ഓക്കെയാണ്. ഇവിടെ അത് രണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഷെത്തും മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അത് മാത്രം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, മാഷാ അള്ളാ. ഇനി അടുത്തത് ഫദ്ദൽതുക്കും. ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യണം ആദ്യം, ഓക്കെ, അല്ലെങ്കിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ദമീർ മുത്തസിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഫദ്ദൽതു, ഫഅൽതു, ഫഅൽതു ആരാണ് ഫഅൽതുവിന്റെ കർത്താവ്? ഫഅൽതു ഞാൻ, അന. ഫദ്ദൽതു ഞാൻ നിങ്ങൾക്ക് ഫദ്ല് നൽകി അല്ലേ, ഞാൻ ഫദ്ല് നൽകി. ഫദ്ദൽതുക്കും, ഫദ്ദൽതു ഞാൻ ഫദ്ല് നൽകി, കും നിങ്ങൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന്റെ അടുത്ത് പറഞ്ഞതാണ് അല്ലേ. അതൊന്നും അറിയില്ലെങ്കിലും ഫഅൽതു അറിയെങ്കിൽ ഫദ്ദൽതു നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഫദ്ദൽതുക്കും എന്ന വാക്കിലെ ക്രിയയുടെ കർത്താവ്, ക്രിയയുടെ കർത്താവ്, ക്രിയ ആരാണ്? ഫദ്ദൽതു. അതിന്റെ കർത്താവ് ആരാണ്? അന. ഒരുപാട് ആൾക്കാർ ഇത് തെറ്റിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം ചിന്തിക്കാത്തവരാണ്. എവിടെയും കും വരുമ്പം ഈ ഫാൽത്തും ഫോമാറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അനത്തും ചാടിക്കയറി എഴുതിയിട്ട് 2-3 തെറ്റിച്ച ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പം ഇനി ഒരു ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ തെറ്റിക്കില്ല എന്ന് എനിക്കറിയാം. തെറ്റിയിൽ നിന്ന് നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഖുറാനിൽ ഇനി എവിടെയും അല്ലെ ഫഅൽതു ഫോമാറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് ഐ ആണ്, അനയാണെന്ന് മനസ്സിലാവും. അതിന്റെ കൂടെ ദമീർ മുത്തസിൽ ഉള്ളത് കൊണ്ടാണ് ഈ കും വന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഫദ്ല് നൽകി അല്ലേ, നിങ്ങൾ ഫദ്ല് നൽകി എന്നല്ല പറയുന്നത്. അപ്പം അത് അറിയുമ്പോൾ നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കുന്നതിൽ തന്നെ എന്തൊരു ഡിഫറൻസാ വരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് അൻഅംതു എന്നാൽ നീ അനുഗ്രഹിച്ചു എന്നും അൻഅംത എന്നാൽ ഞാൻ അനുഗ്രഹിച്ചു എന്നും ആണ്. നമ്മളിത് എടുത്തു പറഞ്ഞതാണ്, അതുകൊണ്ട് അതൊന്ന് ഓർമ്മയുണ്ടോ നോക്കാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആണ് അല്ലെ. ഫാത്തിഹയില് നമ്മൾ പറഞ്ഞു എന്താണ്? അൻഅംത അല്ലെ, അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തു അല്ലെ അവരുടെ മേല്, യാതൊരുവരുടെ മേല്. പിന്നെ യാ ബനി ഇസ്രായേൽ ആ ഒരു ആയത്തിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അൻഅംതു ആണ് അല്ലെ. എന്താണ്? ഞാൻ നിങ്ങളുടെ മേൽ അനുഗ്രഹം നൽകിയെന്ന് ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയാണ്. അപ്പം ഇവിടെ തിരിച്ചാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അൻഅംതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഞാൻ അനുഗ്രഹിച്ചു എന്നും, അൻഅംത എന്ന് പറഞ്ഞാല് നീ അനുഗ്രഹിച്ചു എന്നും ആണ് ആക്ച്വലി. തിരിച്ചാ ചോദിച്ചത്, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. മാഷാ അല്ലാഹ്, കുറെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. അടുത്തത് أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. അന അല്ലേ ഏതിന്റെയാ? എന്താ ചോദിച്ചേ? അൻഅംതു അൻഅംത ആണോ? റഹ്മത്ത് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. അതെ അതെ. അതിലെന്താ ക്വസ്റ്റ്യൻ? അൻഅംതു ഫഅൽതു, ഫഅൽതു എന്ന് പറഞ്ഞാല് അന, ഞാൻ അനുഗ്രഹിച്ചു. ഹലോ, മനസ്സിലായോ? മനസ്സിലായി. അൻഅംത എന്ന് പറഞ്ഞാൽ ഫഅൽത അൻത, നീ അനുഗ്രഹിച്ചു. തിരിച്ചാ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. ഇനി അടുത്തത് أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. ഈ ആയത്തിലെ ഫഅല് മാദി, ഈ ആയത്തിൽ ഫഅല് മാദിക്ക് ഉദാഹരണങ്ങൾ ഇല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആയത്തുകളിലെ ഒരു 4-5 ആയത്ത് എടുത്തിട്ട് അതിനകത്ത് എത്ര ഫഅല് മാദി ഉണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് പല കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പെട്ട ഒരു ആയത്താണ് ഇത്. ഓക്കെ, ഇതിനകത്തുള്ളതൊക്കെ എന്താണ്? ഫഅല് അതഅമുറൂന ഫഅല് മുളാരിയാണ്, തൻസൗന ഫഅല് മുളാരിയാണ്, തത്ലൂന ഫഅല് മുളാരിയാണ്, താഖിലൂൻ ഫഅല് മുളാരിയാണ്. അതുകൊണ്ട് ഉദാഹരണങ്ങൾ ഇല്ല എന്നത് തന്നെയാണ് ശരി. മാഷാ അല്ലാഹ്, കുറെ ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ആയിരുന്നു എന്ന് എങ്ങനെ എഴുതാം? കാനയാണ് അല്ലെ, ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. കാന, കാനു. അപ്പം എന്തായിരിക്കും അവസാനം? കുൻതു, ഫഅൽ തു അല്ലെ, ഫഅൽ തു, കുൻതു. ഈ
എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് അൻതയും അൻതിയും അനയും. ഓക്കെ, അത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഈ എൻഡിങ് ഫഅൽത എന്ന് പറഞ്ഞാല് ഫഅൽത എന്ന് പറഞ്ഞാല് നീ പുല്ലിംഗം, ഫഅൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സ്ത്രീലിംഗം. ഓക്കെ, അൻതയും അൻതിയുമാണ്. ഫഅൽത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനയാണ്. ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഫഅൽത്ത, ഫഅൽത്തി, ഫഅൽത്തു, താ തീ തു. ഓക്കെ, ഫദൽത്തു. അവിടെയൊക്കെ സംശയം വരുന്നതിന്റെ കാരണം ഇതാണ്. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. താ തീ തു, ഫഅൽത്ത, ഫഅൽത്തി, ഫഅൽത്തു. വേറെ കൺഫ്യൂഷൻ വരുന്ന രണ്ട് സാധനങ്ങളാണ് നഹ്നുവും ഹുന്നയും. ഫഅൽന, ഫഅൽന, ഒരു അലിഫ് മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. ഓക്കെ, ഫദ്ദൽന, ഫദ്ദൽന, കെതബ്ന, കെതബ്ന. ഓക്കെ, അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. വേറൊരു കൺഫ്യൂഷൻ വരുന്ന സാധനമാണ് ഇത്. ഓക്കെ, നമ്മൾ ഈ ഫഅൽത്തും എന്നുള്ളത് മനസ്സിൽ വെക്കും, എന്നിട്ട് എവിടെയെങ്കിലും ഒരു കും കണ്ടു കഴിഞ്ഞാൽ അതിൽ അങ്ങ് കയറി കുത്തും. അതിന്റെ തൊട്ട് മുമ്പ് ചിലപ്പം ഞാൻ ചെയ്തു എന്നോ നിങ്ങൾ ചെയ്തു എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നോക്കുള്ള, നമ്മൾ കുമ്മ് കണ്ടാൽ തുമ്മാണെന്ന് അങ്ങ് വിചാരിക്കും. തും വര ഫെല മാലിക്കാണ്, കും വര ദൊമീർ മുത്തസിലിനാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങളാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് ഓരോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് അത് കറക്റ്റ് ആണോ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു ടെസ്റ്റ് വെച്ച് 50 ക്വസ്റ്റ്യൻ ഇട്ടാലും നിങ്ങൾ ഫുള്ള് സ്കോർ ചെയ്യും. ഓക്കെ, അപ്പം ഈ കാര്യത്തിൽ കുൻതു ആണ് ഞാൻ പറഞ്ഞല്ലോ, തു ഫഅൽ തു, ആ ഒരു കാര്യം മാത്രം ക്ലിയർ ചെയ്താൽ മതി. അപ്പം ആൻസർ കുൻതു ആണ്. അപ്പം ഇവിടെ ഇപ്പം എപ്പോഴും പറയുന്ന പോലെ എക്സാമിന്റെ സ്കോറും ഒന്നുമല്ല. നമ്മൾ ഈ എക്സാമിൽ തെറ്റിച്ചിട്ട് എന്ത് മനസ്സിലാക്കി എന്നുള്ളത് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ശരിയാക്കിയിട്ടാണെങ്കിലും നമുക്കത് മനസ്സിലായല്ലോ എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇനി ഖുർആൻ ഓതുമ്പോൾ ഇതുപോലെ ഓരോ വേർഡ്സിന്റെ എൻഡിങ് കാണുമ്പോഴും, ഇനിയിപ്പം നമ്മൾ ഒരു കോമ്പൗണ്ട് വേർഡ്സ് കാണുമ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഇവിടെ 3-4 വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണല്ലേ. ഫാ ഉണ്ട്, അല്ല ഇതല്ല ഫദൽത്തുക്കും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ജഅൽന അല്ലെ, ഫാ ഉണ്ട്, ജഅൽന ഉണ്ട്, ഹാ ഉണ്ട്. അതിന് ജഅൽന എന്ന് പറയുന്നത് ജഅലയുടെ നെഹ്നു ഫോമാറ്റ് ആണ് അല്ലെ. ഫഅൽന, ജഅൽന ആണ്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യാന്നുള്ളതാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്, അല്ലാണ്ട് എക്സാമിന്റെ മാർക്കേ അല്ല. ഓക്കെ, അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഖുർആനിൽ ഇങ്ങനെ ഏത് വാക്ക് കാണുമ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഓക്കെ ഇത് മാദിയാണ്, മാദിയുടെ ഫോമാണ്, ഈ ഹ എന്ന് പറയുന്നത് ദമീർ മുത്തസിലാണ്, ആദ്യത്തിലുള്ള ഫ വേറൊരു ഹെർഫാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാന്ന് പറയുന്നതാണ് സക്സസ്. എക്സാമിന്റെ മാർക്ക് ഒരു വിഷയേ അല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസും ക്ലാരിഫിക്കേഷൻസും ഒക്കെ ഉള്ളവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ചോദിക്കാം. ഇത് റെക്കോർഡിംഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.